ഹലോ ഗൈസ്, PH3 ഫാമിലിക്ക് സ്വാഗതം. എൻ്റെ ഒരു സ്വപ്നമാണ്. അപ്പം ആ സ്വപ്നത്തിലേക്ക് ഒരു വർഷമായിട്ട് കുറച്ച് കാശുകളായിട്ട് ഇങ്ങനെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സേവ് ചെയ്ത പൈസ എല്ലാം കൂടെയും പിന്നെ കുറച്ച് വേറെ കാശുകളെല്ലാം കൂടെ ഞങ്ങൾ ഒന്നിച്ച് എൻ്റെ സ്വപ്നമായ ആഗ്രഹം സാധിക്കാൻ വേണ്ടി ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ഇതാണ് ആ പൈസ. ഇതിപ്പോൾ 500 ഉണ്ട്, 200 ഉണ്ട്, 100 ഉണ്ട്, 50 ഉണ്ട്, ഇത്രയേ ഉള്ളൂ, ചില്ലറയില്ല. അപ്പോൾ ഇതെല്ലാമാണ്. അപ്പോൾ ഇതിനെ ഞങ്ങൾ ആദ്യം തന്നെ 500 ആക്കി, പിന്നെ 100, 200 അങ്ങനെ എല്ലാം കൂടെ എടുത്ത് പിന്നെ കുറച്ച് കാശും കൂടെ വെച്ച് ഞങ്ങൾ എല്ലാം കൂടെ സെറ്റ് ചെയ്തുകൊണ്ടേ ഞങ്ങളൊരു സാധനം വാങ്ങാൻ പോവാം. അപ്പം നമുക്കത് വാങ്ങാൻ പോവാം. അപ്പോൾ ഇതാണ് ഗൈസ്, ഞങ്ങളെല്ലാം നൂർത്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു. കാരണം ഇത്രയും പൈസ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കുറച്ച് നമ്മുടെ കയ്യിലെ കാശുണ്ടേ. അപ്പോൾ എല്ലാം കൂടെ സെറ്റ് ചെയ്ത് നമുക്ക് സ്ഥലത്തേക്ക് പോകാം. അത് റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പോകാം. ഇതാണ് ടി വി എസിൻ്റെ ഒരു ചെറിയ വണ്ടി വാങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ടി വി എസിൽ കൊണ്ട് വണ്ടിയൊക്കെ അഡ്വാൻസ് കൊടുത്തു. ഫുൾ പേയ്മെൻറ്റ് കൊടുത്താണ് വാങ്ങുന്നത്. കാരണം ഞാൻ മറ്റേ EMI വഴി എടുത്തു കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ കുറേ കാശ് നമ്മുടെ നിന്ന് പോകില്ല. അതിന് പകരം ഞാൻ 1 വർഷത്തോളം സേവ് ചെയ്ത് ആ EMI ഒഴിവാക്കാൻ വേണ്ടി 1 വർഷത്തോളം സേവ് ചെയ്ത കാശാണ് ഗൈസ് ഇത്. അതെല്ലാം കൂടെ കൂട്ടി ഞാൻ വണ്ടി, എനിക്ക് ലൈസൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ വണ്ടി എല്ലാം എഴുതി. അപ്പം നമ്മുടെ ആ വണ്ടി എന്നുള്ള ആഗ്രഹം സാധിച്ചു കേട്ടോ. അപ്പം നമുക്കിന്ന് എഴുതി, ഇനി 5 ദിവസം കഴിഞ്ഞ് കിട്ടുമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ആ ദിവസമാണ് ഗൈസ് ഇന്ന്, ആ 5ാമത്തെ ദിവസമാണ് ഇന്നാണ് ഞങ്ങൾ നമ്മുടെ വണ്ടി ബുക്ക് ചെയ്ത് എല്ലാം സെറ്റിങ് ചെയ്ത് പൈസ ആദ്യം തന്നെ നമ്മൾ കൊടുത്തു. കുറച്ച് പൈസ കൊടുക്കാനുള്ള. അപ്പം എല്ലാം കൂടി സെറ്റ് ചെയ്ത് വളരെ ചെറിയ ഒരു ഫോർമാറ്റേ ഉള്ളൂ. ശരിക്കും EMIക്കാണ് ഒരുപാട് സമയം എടുക്കുന്നത്. ഇത് ഫുൾ പേയ്മെൻറ്റൊന്നും അത്രയും എടുക്കണില്ല. ചെറിയ ഇതിൽ വളരെ നല്ലൊരു സർവീസ്. ഞങ്ങൾ വണ്ടി എടുക്കാൻ വേണ്ടി ഓട്ടോ പിടിച്ചിട്ട് ഞങ്ങൾ നേരെ ഇവിടുത്തെ ട്രിവാൻഡ്രം മുട്ടത്തറയിലുള്ളതാണ്. ട്രിവാൻഡ്രം മുട്ടത്തറയിലുള്ള TVS ഷോറൂമിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ കുറേ സ്ഥലത്ത് അന്വേഷിച്ചപ്പോഴും ഞങ്ങൾക്ക് 2-3 ഡിമാൻഡുകളുണ്ടായിരുന്നു വണ്ടിയിൽ. ഒന്ന്, ഞങ്ങൾ 5 പേരുണ്ടല്ലോ, അപ്പോൾ ഞങ്ങൾക്ക് 5 പേർക്ക് ഇരുന്ന് പോകണം. പിന്നെ ഫ്രണ്ടിലും മക്കളെ നിർത്തുവാണെങ്കിൽ അവർക്ക് തലയിടിക്കാൻ പാടില്ല. അപ്പോൾ അതിനുള്ള സ്പേസ് വേണം. പിന്നെ അത്യാവശ്യം സ്പേസ് വന്നൊരു ഫാമിലി വണ്ടി വേണം. പിന്നെ ഏറ്റവും ഫസ്റ്റ് നല്ല മൈലേജ് ഉള്ളൊരു വണ്ടി വേണം. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഡിമാൻഡ്. അങ്ങനെ ഞങ്ങൾ ഡിയോ തപ്പി, അങ്ങനെ അത്യാവശ്യം ഒരു 5 ബ്രാൻഡോളം ഞങ്ങൾ അന്വേഷിച്ച് അവസാനം ഈ മുട്ടത്തറ TVS അത്യാവശ്യം ഞങ്ങളുടെ ബഡ്ജറ്റിനൊത്തും അതുപോലെ തന്നെ ഞങ്ങൾ പറഞ്ഞ എല്ലാ ഡിമാൻഡുകളുമുള്ള ജൂപ്പിറ്റർ 110 ആണ്, പുതിയ വേർഷനാണ്. ഫസ്റ്റ് ഞങ്ങളൊക്കെ ട്രയൽ ചെയ്ത് നോക്കി. ഓടിക്കുമ്പോൾ ഒരു ഇലക്ട്രിക്കലിരിക്കുന്ന സുഖം തന്നെയാണ് ആദ്യം ഓടിക്കുമ്പോൾ കിട്ടുന്നത്. നല്ല കസ്റ്റമർ സർവീസായിരുന്നു. ചെന്ന കാരണം നമുക്ക് വണ്ടി പിന്നെ നല്ല രീതിയിൽ പറഞ്ഞു തന്നു. അതുപോലെ തന്നെ ടെസ്റ്റ് ഡ്രൈവ് തന്നു. അതുമാത്രമല്ല ഒരു അഫോർഡബിൾ റേറ്റിലും ആണ് നമുക്ക് ഞങ്ങളുടെ വണ്ടി അവിടെ ഞങ്ങളെ നോക്കി റെഡിയായിട്ട് സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട് ഗൈസ്. ഈ കാണുന്നതാണ് നമ്മുടെ വണ്ടി. അപ്പോൾ ഞങ്ങളെല്ലാവരും ഉണ്ട്, മക്കളും ഞങ്ങളെല്ലാവരോടുമാണ് പോയത്. ഗൈസ് ഞങ്ങളുടെ വണ്ടി ഇരിക്കുന്നത്, നമുക്കൊന്ന് കണ്ടാലോ? ഒന്ന് റൗണ്ട് ചെയ്യാം നമുക്ക്. എങ്ങനെയുണ്ട് ഗൈസ്? എല്ലാം സെറ്റാക്കി വെച്ച് കുറച്ച് പ്രൊസീജിയറും കൂടെ ഉണ്ട്. ആ പ്രൊസീജിയർ കഴിഞ്ഞാൽ ഉടനെ നമുക്ക് വണ്ടിയുടെ കഴിയും. കുറച്ച് സൈനൊക്കെ ഉണ്ട്. അപ്പോൾ ആ സൈനൊക്കെ ഇട്ട് എല്ലാം കണ്ട് പിള്ളേരപ്പോൾ വണ്ടിയെല്ലാം ആദ്യമായിട്ട് ഷോറൂമിൽ പോകുന്നതിൻ്റെ എല്ലാ പരിപാടികളും അവന്മാരുണ്ട്. ബൈക്കൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി. അത് നോക്കുവാണ്. അപ്പോൾ ഞാൻ നമ്മുടെ വണ്ടിയിൽ തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ വണ്ടി. അതാണ് ഞങ്ങളുടെ പുതിയ വണ്ടി ഗൈസ്. ഇഷ്ടപ്പെട്ടോ? ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ ചെറുതാണെന്ന് തോന്നുമെങ്കിലും പുറകെ നല്ല സ്പേസ് ഉണ്ട് ഗൈസ്. ഞങ്ങൾക്ക് 5 പേർക്കും ഒക്കെ എവിടെയെങ്കിലും പോകുമ്പോൾ ഒന്നിച്ച് പോകാൻ പറ്റുന്ന ലെവലിലാണ്. എനിക്ക് കീ തന്നു. എന്തൊരു സന്തോഷമുള്ള മൊമെൻ്റ് ആയിരുന്നെന്ന് അറിയാമോ? വാക്കുകൾ കൊണ്ട് പറയാൻ ഞാൻ തീരില്ല. അത്രയും ഹാപ്പി ആയിരുന്നു. കാരണം ഞാൻ പക്ഷേ ഗൈസ് ആ നാരങ്ങ കയറി ഞാൻ മറിഞ്ഞ് വീഴുണ്ടായിരുന്നു ഗൈസ്. പുറകിലും ഫ്രണ്ടിലും ഓരോ നാരങ്ങ വെച്ച് ഞാൻ മറിഞ്ഞ് വീണു. ഒരു വിധത്തിൽ പയ്യെ അവിടെ നൊന്തി മൊത്തം വണ്ടിയാണ് ഗൈസ്. എനിക്കൊരു പേടിയും കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളിതായെത്തി. ഞാനല്ല ആദ്യം വണ്ടി ഓടിച്ചത്. ഓടിക്കുന്നത് കണ്ടല്ലോ. ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ് ഗൈസ്. ഞങ്ങളെല്ലാവരും ഇല്ല. അവർ മോളൊക്കെ
ഓട്ടോയിൽ കയറിപ്പോയി. ഞങ്ങൾ വീടിൻ്റെ അവിടെ നിന്ന് ഞാൻ ഓടിച്ചേക്കാന്ന് വിചാരിച്ചു. ഓടിക്കാൻ നന്നായിട്ട് അറിയാമെങ്കിലും ഗൈസ് ആദ്യമായിട്ട് എടുക്കുമ്പോൾ ഒരു വെപ്രാളം ചെറുതായിട്ടുണ്ട്. അല്ലാതെ കുഴപ്പമൊന്നുമില്ല ഗൈസ്. എല്ലാവരും എന്താ എൻ്റെ പുറകെ വരുന്നപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് കയറ്റാം ഗൈസ്. എല്ലാവർക്കും എൻ്റെ വണ്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അതാ ഗൈസ് നമ്മൾ ചക്കര നമ്മുടെ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു ഗൈസ്. ഇനി മുതൽ ഇവനും നമ്മുടെ കൂടെ കാണാം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.